Many hours later. എവിടെ കുഴലേട്ട അന്ന് പറഞ്ഞ മാപ്പ് എവിടെ? കുഴലേട്ടൻ അന്നാളൊരു ദിവസം പറഞ്ഞത് വിജിലൻസ് കോടതി മുഖ്യമന്ത്രിയുടെയും മോളുടെയും വിഷയം പരിശോധിച്ചിട്ട് അഴിമതി നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത് മാപ്പ് പറയും എന്നാണ്. ആ ഹർജി കോടതി തള്ളിയിട്ടതാ 24 മണിക്കൂർ കഴിഞ്ഞു. കുഴലേട്ടനല്ലേ മാപ്പ് പറയുമായിരിക്കോ? പിന്നെ മനുഷ്യനാണ്, സ്വാഭാവികമായിട്ട് എൻ്റെ ഫാക്ട്സ് റോങ് ആണെന്ന് പ്രൂവ് ചെയ്താൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിൽ എൻ്റെ ഭാഗത്ത് തെറ്റുപറ്റിയുണ്ടെങ്കിൽ ഞാനത് ഏറ്റുപറയും. വീണയെ പോലെ ഒരു സംരംഭകയെ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാൻ എനിക്ക് മടിയില്ല. പക്ഷെ ഞാൻ അങ്ങനെ കയ്യും വീശിയൊന്നുമല്ല വന്നത്. കുഴലേട്ടൻ ഇന്ന് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്ത തെറ്റെന്താ? ഞാൻ എന്തോ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ പാതകം ചെയ്ത പോലെയാണ് ഇന്നലത്തെ പല പൊതുവായിട്ടുള്ള നിരീക്ഷണങ്ങളും കാണാൻ എനിക്ക് ഇടയായത്. നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. ഒരിക്കലുമില്ല കുഴലേട്ട. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ നിങ്ങളുടെ അത്രയും ധീരനായ വേറെ ആരുണ്ട് ഈ നാട്ടിൽ? ചവത്തി കുത്താൻ പാടില്ലെന്നറിയാം, എന്നാലും ഒരു പിടുത്തവും ഇല്ലാത്ത ആ കാര്യത്തിനെ കുറിച്ചൊക്കെ A4 സൈസ് പേപ്പറും ഡയറിയും ഒക്കെ വെച്ച് അരമണിക്കൂർ വസ്തുതാന്നും പറഞ്ഞ് ആറാട്ട് നടത്തിയോണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഏറിപ്പോവേണ്ടി വരുന്നത്. ഇതിൽ നിങ്ങൾ പറഞ്ഞ പകുതി മുക്കാൽ കാര്യങ്ങളും സാധാരണ മനുഷ്യന് മനസ്സിലായിട്ടില്ല. മനസ്സിലായി വന്നപ്പോഴാണെങ്കിൽ കോടതി നിഷ്കരണം അങ്ങേരെ ഹർജി അങ്ങ് തള്ളിക്കളഞ്ഞു. ഇന്നത്തെ ദിവസം എൻ്റെ ഒരു ക്രൂസിഫിക്കേഷനാണ് യഥാർത്ഥം. അങ്ങനെ എല്ലാവരും പറയാം, കാരണം ഞാനത് കേൾക്കാനും ബാധ്യസ്ഥനാണ്. എനിക്ക് വയ്യ, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല എൻ്റെ കുഴലേട്ടനെ കുറിച്ച് വിചാരിച്ചത്. ഇത്രയും വിധികളായ മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാ. ഒരു ധീരനായ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന കരുത്തുറ്റ പൊതുപ്രവർത്തകൻക്ക് ഈ ഗതി നിങ്ങൾ വരുത്തിയില്ലേ? അന്ന് ആ A4 സൈസ് പേപ്പറും കൊണ്ട് വന്നപ്പോൾ ഉള്ള കുഴലേട്ടൻ്റെ ആ ഒരു മാസും ഗാംഭീര്യവും ഒക്കെ കാണേണ്ടതായിരുന്നു. ഒരു ബേസും ഇല്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആണെങ്കിൽ ആ ആരോപണം ഉന്നയിക്കുമ്പോൾ ഉള്ള കുഴലേട്ടൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ശരിക്കും പറഞ്ഞാൽ ആ കോൺഫിഡൻസ് ആണ് കമ്മികളെ നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ആവശ്യം. അതിന്റെ പകുതി കോൺഫിഡൻസ് പോലും ഇല്ലാതെ അമ്മ എന്റെ കുഴലേട്ടനെ ക്രൂശിക്കാൻ ഇറങ്ങിയിരിക്കണം. കുഴലേട്ടന്റെ ആ കോൺഫിഡൻസിനെ പറ്റി പലരും പറഞ്ഞത് കേട്ടാ രോമമൊക്കെ എണീറ്റ് നിന്ന് പുത്തരിക്കണ്ട മൈതാനം വഴി 2 റൗണ്ട് ഓടും. ഞാൻ അന്നേ പറഞ്ഞു, എന്റെ പിറകിൽ നിങ്ങൾ നടന്നോ. അത് KM ഷാജി എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനോടാ. നിങ്ങൾ മാത്യു കുടൽനാടനോടാ കളിക്കണത്. ഓന്റെ കയ്യിലൊരു വക്കീൽ ആഫീസർ ഉണ്ട്. അത് നല്ലോണം CPM മനസ്സിലാക്കിക്കോ. ഇജ്ജാതി തീ കണ്ടില്ലേ അത്? നിങ്ങൾ കമ്മികളൊന്നും വിചാരിച്ചാൽ നമ്മുടെ കുഴലേട്ടനെ അങ്ങനെ ഇങ്ങനെയൊന്നും തകർക്കാൻ പറ്റൂലോ. ഈ രാഷ്ട്രീയ പ്രേരിതമായ ഒരു രീതിയാണ് പരാതിക്കാരൻ ആവേദനക്കാരന്റെ മോട്ടീവ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി പറഞ്ഞു. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ താങ്കളുടെ അഭിഭാഷകൻ എന്നുള്ള നിലയിലുള്ള താങ്കളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന മാത്രമല്ല UDFന്റെ ഒരു ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ കുറിച്ച് കളഞ്ഞില്ല. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരു പക്ഷേ കോടതി പോവാതിരുന്ന് ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് നിർത്തുന്നതായിരുന്നു നല്ലത് എന്ന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ വ്യൂ ആവും. എൻ്റെ വ്യൂ അതല്ല. ദാറ്റ്സ് നോട്ട് മൈ അപ്രോച്ച്. ഇന്നില്ല, വരുമ്പോ സമയം വരുമ്പോ എന്താ സമ്മതിക്കൂലയും. ഇനി ഈ മനുഷ്യൻ കരയുടെയും കൂടെ കാണാൻ എനിക്ക് വയ്യ. ഞാൻ പോണി.